ശ്രീചക്രം വെക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ ലക്ഷ്മിയാണ്, അതായത് സാമ്പത്തിക ഉയർച്ച. ആ, ശ്രീചക്രത്തിൻ്റെ ഒരു കഥ ഉണ്ട് മാഡം, അതും കൂടി പറയാം ഇതിൽ. ഒരുപാട് ആൾക്കാർക്ക് ഒരു അനുഭവമാണ്. അതായത് ഈ സാമൂതിരി രാജാവ് മാഡം കേട്ടിട്ടുണ്ടാവും. സാമൂതിരി രാജാവ് പിന്നെ നമ്മളെ പഴശ്ശി രാജാവ്, ഇവർ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. അപ്പോൾ യുദ്ധം ഉണ്ടായിട്ട് ഇവർ 7 പ്രാവശ്യം പഴശ്ശി രാജാവ് തോറ്റുപോയി എന്നാണ്, സാമൂതിരി രാജാവിൻ്റെ അടുത്ത് നിന്ന് തോറ്റുപോയി. അപ്പോൾ ഇത് തോറ്റുപോയ സമയത്ത് ഈ പഴശ്ശി രാജാവ് കൊട്ടാരം ജോത്സ്യനെ കൊണ്ട് പ്രശ്നമിപ്പിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സാമൂതിരി രാജാവ് ജയിക്കുന്നത്, 7 തവണ ജയിക്കുന്നത്, താൻ എന്തുകൊണ്ട് തോൽക്കുന്നു എന്നുള്ളത് നോക്കിയപ്പോൾ പഴശ്ശി രാജാവിൻ്റെ കൊട്ടാരം ജോത്സ്യം പറഞ്ഞതെന്ന് വെച്ചാൽ സാമൂതിരി രാജാവ് ശ്രീവിദ്യ ഉപാസകനാണ്. ശ്രീവിദ്യ ഉപാസന മാത്രമല്ല, ശ്രീചക്രത്തിനെ പൂജിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്രീചക്രത്തിനെ പൂജിക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്ന കഥ എന്താ വെച്ചാൽ, ശ്രീചക്രത്തിനെ നമ്മൾ ഉപാസിക്കുകയും ശ്രീചക്രത്തെ നമ്മൾ പൂജയും ചെയ്താൽ ഒരു ശക്തിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഒരുപാട് കാലം നമ്മൾ വളരെയേറെ ഐശ്വര്യ അഭിവൃദ്ധിയായിട്ട് നമ്മൾ ഉയർച്ച തന്നെ ജീവിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഒരു കഥേൻ്റെ പൊരുൾ. അങ്ങനെ ഈ പഴശ്ശി രാജാവിന് ഒരു ഇയാളെ ഒന്ന് തോൽപ്പിക്കണം. അപ്പം അതിനു വേണ്ടി ഒരു കള്ളനെ പറഞ്ഞയച്ചിട്ട് ശ്രീചക്രം മോഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ മോഷ്ടിക്കപ്പെട്ടതോടുകൂടി സാമൂതിരി രാജാവ് പിറ്റേത്തെ യുദ്ധത്തിൽ തോൽക്കുകയാണ്. അപ്പോൾ 7 യുദ്ധത്തിൽ ജയിച്ച് 8ാമത്തെ യുദ്ധത്തിൽ തോറ്റു സാമൂതിരി രാജാവ്. അതെന്താ സംഭവിച്ചാൽ ശ്രീചക്രം അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ ശ്രീചക്രം നമ്മൾ പൂജ ചെയ്യുന്നതും നമ്മൾ ഇത് കൊണ്ടുനടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് ഒന്ന്. അതിൻ്റെ ഒരു കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. പറഞ്ഞ മേഡത്തിന് മനസ്സിലായോ? അപ്പോൾ ഈ ശ്രീചക്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അത് കറക്റ്റിൽ, പിന്നെ അതേമാതിരി ശ്രീചക്രത്തിൻ്റെ അതേമാതിരി മേരു എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ചക്രമേരു. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.